വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഡൗട്ട് നമ്പർ 2 വീഡിയോ എന്ന് പറയുന്നത് ഇൻട്രാഡേ സ്റ്റോക്ക് സെലക്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രോസസ്സ്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടും ഒരുപാട് പേർക്കുള്ള സജഷനുമാണ് ഇൻട്രാഡേക്ക് സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗട്ട് നമ്പർ 1 വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡൗട്ട് നമ്പർ 1 വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രിക്ക് മുന്നേ നമ്മളൊരു കൺഫർമേഷൻ എടുക്കേണ്ടത്. ഓക്കെ, നമ്മളുടെ ഡൗട്ട് നമ്പർ 2 ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഫഷണലി ആൻഡ് ലോജിക്കലി നമ്മൾ സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഒരു കംപ്ലീറ്റ് ഗൈഡ് ലൈൻസ് തന്നെയായിരിക്കും ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കോമൺ ആൻഡ് ഈസിയസ്റ്റ് മെത്തേഡ് ഫോർ സ്റ്റോക്ക് സെലക്ഷൻ, ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു അഞ്ച് മെത്തേഡ് സ്റ്റോക്ക് സെലക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, എന്നിരുന്നാലും പറയാണ്. ഫസ്റ്റത്തത് NSE വെബ്സൈറ്റ്. എന്ത് ചെയ്യുന്നു? മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ NSE വെബ്സൈറ്റിൽ കയറുന്നു, ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലൂസേഴ്സ് സെലക്ട് ചെയ്യുന്നു. പിറ്റേത്തെ ദിവസം ടോപ്പ് ഗെയിനേഴ്സിനെ ബയ്യിങ്ങിനായിട്ടും ടോപ്പ് ലൂസേഴ്സിനെ സെല്ലിങ്ങിനായിട്ടും പരിഗണിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സ്റ്റോക്ക് സെലക്ഷനാണ് ഈ NSE വെബ്സൈറ്റ്. NSE ആക്ച്വലി എന്താണ്? NSE ആ ദിവസം കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഗെയിൻ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ലൂസായിട്ടുള്ള സ്റ്റോക്കിനെ ആളുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒന്ന് പറഞ്ഞു തരികയാണ്, ഇന്നത്തെ സ്റ്റോക്ക് ഇതാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഈ സ്റ്റോക്സിനെ നാളത്തേക്കുള്ളൊരു എൻട്രി ക്രൈറ്റീരിയ ആക്കി മാറ്റുകയാണ്. അവിടെ എവിടെയാണ് ലോജിക് ഉള്ളതെന്ന് അറിയില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെയ്ഡ് സ്ക്രീനേഴ്സ് ആണ്. പെയ്ഡ് സ്ക്രീനേഴ്സും ഉണ്ട്, നോൺ പെയ്ഡ് ആയിട്ടുള്ള സ്ക്രീനേഴ്സും ഉണ്ട്. ഓക്കെ, സ്ക്രീനേഴ്സ് ഫിൽട്ടർ ചെയ്യുന്ന സ്റ്റോക്സിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രേഡിങ്ങിനായിട്ട് പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് പെയ്ഡ് സ്ക്രീനേഴ്സ്. മൂന്നാമത്തത് എന്താണ്? റാൻഡം പിക്കിംഗ്. റാൻഡം പിക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ there is a നോ അനാലിസിസ്, ഒരു കാര്യമില്ല. അവിടെ റാൻഡം ആയിട്ട് ട്രേഡ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ആവശ്യപ്രകാരം എന്താണ്, കിട്ടിയ സ്റ്റോക്ക് ഏതാണ് അതിൽ ബയ്യോ സെല്ലോ ചെയ്യുന്നു. നാലാമത്തത് എന്താണ്? സജഷൻ ബേസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഫ്രീ ആയിട്ട് സജഷൻ കിട്ടുന്നതോ, നമ്മൾ നോർമൽ ടോക്കിന്ന് കിട്ടുന്നതോ, അതുപോലെ പെയ്ഡ് ഗ്രൂപ്പ്സ്, അവിടെയൊക്കെ എന്താണ്? സജഷൻസ് ഉണ്ടാവും, പെയ്ഡ് സജഷൻസും ഉണ്ടാവും. ഓക്കെ, നമ്മൾക്ക് രാവിലെ തന്നെ എന്ത് വരും? സജഷൻസ് വരും. സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിലേക്ക് ഈ സ്റ്റോക്സ് എടുത്ത് വെക്കൂ, വാച്ച് ലിസ്റ്റിലേക്ക് ഈ സ്റ്റോക്സ് എടുത്ത് വെക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റോക്ക് സെലക്ഷൻ ആ ബേസിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ന്യൂസ് ബേസ്ഡ്. ഓക്കെ, മാർക്കറ്റിൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ഏതൊക്കെ സ്റ്റോക്സിനാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റോക്സ് എല്ലാം വാച്ച് ലിസ്റ്റിലേക്ക് എടുത്തു വെച്ചിട്ട് അതിനെ ബയ്യോ സെല്ലോ ചെയ്യാൻ, ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ന്യൂസ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ്? NSE വെബ്സൈറ്റ് വഴി ചെയ്യുന്നു, പെയ്ഡ് സ്ക്രീനേഴ്സ്, റാൻഡം പിക്കിംഗ്, സജഷൻ ബേസ്ഡ്, ന്യൂസ് ബേസ്ഡ്. ഇവിടെ നമ്മൾ തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ ഈ 5 മെത്തേഡിൽ ഒരു മെത്തേഡിനെ പോലും നമ്മളിവിടെ പറയുന്നില്ല. ഒരു NSE വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയോ ഒരു പെയ്ഡ് സ്ക്രീനേഴ്സ് ഓപ്പൺ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാണ് ഞാനിവിടെ പറയാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് വീഡിയോ നിർത്തുക. നിങ്ങളെ നിരാശപ്പെടുത്തുന്നതായിരിക്കും ഈ വീഡിയോ. അപ്പം നമ്മൾ ലോജിക്കൽ ആൻഡ് മാനുവൽ സെലക്ഷൻ ആയിരിക്കും ചെയ്യുന്നത്. എന്താണ് ലോജിക്കൽ മാനുവൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ? ഇറ്റ്സ് എ പ്രൊഫഷണൽ രീതിയിലായിരിക്കും സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെന്താണ്? ഇങ്ങനെ ലോജിക്കൽ ആൻഡ് മാനുവൽ ആയിട്ട് സ്റ്റോക്സ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പേഷ്യൻസ്, ഒന്ന് സമയം. ഓക്കെ, ഒന്ന് പേഷ്യൻസ്, ഒന്ന് ടൈം. ഓക്കെ, ഇത് രണ്ടും ഇല്ലാത്ത ആളുകൾക്ക് പറ്റിയ പരിപാടിയല്ല ഇത്. അങ്ങനെയുള്ള ആളുകൾ മാത്രം മുന്നോട്ടേക്ക് വീഡിയോ ഇരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലോജിക്കൽ ആൻഡ് മാനുവൽ സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റും ഇവിടെ യൂസ് ചെയ്യുന്ന സ്ക്രീനറെല്ലാം നമ്മൾ തന്നെയാണ്. ഓക്കെ, നമ്മളാണ് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത്, അല്ലാതെ ഒരു തേർഡ് പാർട്ടി ആപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മളാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോജിക്കൽ ആൻഡ് മാനുവൽ ആയിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നിരുന്നാലും ഇവിടെ പറയാണ് വാട്ട് ഈസ് ഇൻട്രാഡേ ട്രേഡിംഗ്. Okay, intraday trading is buying and selling stocks or either financial instrument within the same day, aiming to profit from a short-term price movement
ഓൾ പൊസിഷൻസ് ആർ ക്ലോസ്ഡ് ബിഫോർ ദ മാർക്കറ്റ് ക്ലോസ്. എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ബൈയിങ്ങും സെല്ലിങ്ങും, സ്റ്റോക്സ് ആവാം ഓർ അതർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം. ആ സെയിം ഡേൻ്റെ ഉള്ളിൽ തന്നെ ബൈയോ സെല്ലോ, ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യാം, സെല്ല് ചെയ്തിട്ട് ബൈയും ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കുക, ഷോർട്ട് എൻട്രി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷോർട്ട് എൻട്രി ഇൻട്രാഡേ ബേസിൽ മാത്രമേ സ്റ്റോക്സിൽ നടക്കൂ. നിങ്ങളൊരു സ്വിംഗ് ബേസിലോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം ട്രേഡിങ്ങിലോ സ്റ്റോക്സ് സെല്ല് ചെയ്യാൻ പറ്റില്ല. സ്റ്റോക്സ് സെല്ലിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓൺലി ഫോർ ഇൻട്രാഡേക്ക് മാത്രമായിരിക്കും. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ പ്രോഫിറ്റ് എയിം ചെയ്യുന്നത് എന്തിനാണ്? ഷോർട്ട് ടൈം പ്രൈസ് മൂവ്മെൻറ്റ്. നിങ്ങൾ മനസ്സിലാക്കുക, ടൈമിംഗ് എന്ന് പറയുന്നത് എന്താണ്? 9:04 മുതൽ 3:30 വരെയാണ് മാർക്കറ്റ് ടൈമിംഗ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 6-6.25 അവേഴ്സ് ആയിരിക്കും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു ഷോർട്ട് ടൈം പീരീഡ്. ഈ ഷോർട്ട് ടൈം പീരീഡിലെ ആ ഷോർട്ട് ടൈം പ്രൈസ് മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓൾ പൊസിഷൻസ് ആർ ക്ലോസ്ഡ് ബിഫോർ ദ മാർക്കറ്റ് ക്ലോസ്. അതാണ് പറയുന്നത്, നിങ്ങൾ ബൈ ചെയ്തിട്ട് സെല്ല് ചെയ്യാണ്. കാരണം ബൈ ചെയ്ത ഒരാളുടെ ഒരു സ്ക്വയർ ഓഫ് അല്ലെങ്കിൽ ക്ലോസിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് സെല്ലായിരിക്കും. സെല്ല് ചെയ്ത ഒരാളുടെ ക്ലോസിംഗ് പൊസിഷൻ അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് എന്ന് പറയുന്നത് ബൈ ആയിരിക്കും. ഇത് 9:15 to 3:30 ഉള്ളിൽ നടക്കണം. അതുപോലെ തന്നെ എന്താണ്, ഇൻട്രാഡേയുടെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലിവറേജ് കിട്ടും എന്നാണ്. ഓക്കെ, ബ്രോക്കേഴ്സ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ 5x ലിവറേജ് കിട്ടും. ഓക്കെ, ഇപ്പം എന്താണ്, 1,000 രൂപ ഉള്ള ഒരാളാണെങ്കിൽ എന്താണ്, 5,000 രൂപ വർത്തിയായിട്ടുള്ള ഷെയർസ് നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം. ഓക്കെ, ഇൻട്രാഡേക്ക് മാത്രമുള്ളതാണ്. മനസ്സിലാക്കുക, ലിവറേജ് ഈ സ്വിംഗ് ട്രേഡിങ്ങിനോ ലോങ് ടേമിലോ ഒന്നും പോസിബിൾ അല്ല, കൊടുക്കുന്നില്ല. ഇൻട്രാഡേക്ക് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈപ്സ് ഓഫ് കമ്പനീസ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുകയാണ്. ഇൻ ദി സ്റ്റോക്ക് മാർക്കറ്റ്, കമ്പനീസ് ക്യാൻ ബി ബ്രോഡ്ലി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ സൈസ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഇൻഡസ്ട്രി ആൻഡ് മോർ. കമ്പനീസിനെ എന്താണ്, അതിൻ്റെ ടൈപ്സ് അനുസരിച്ച്, അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട്, അതിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അതിൻ്റെ ഇൻഡസ്ട്രി ഓർ സെക്ടോറിയൽ വൈസ് ഒക്കെ തിരിച്ചിട്ട് 3 തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തത് എന്താണ്, സ്മോൾ ക്യാപ്പ് കമ്പനീസ്, അതുപോലെ മിഡ് ക്യാപ്പ് കമ്പനീസ്. മൂന്നാമത്തത് ലാർജ് ക്യാപ്പ് കമ്പനീസ്. കമ്പനീസിനെ നമ്മൾ സ്മോൾ ക്യാപ്പ് കമ്പനീസ്, മിഡ് ക്യാപ്പ് കമ്പനീസ്, ലാർജ് ക്യാപ്പ് കമ്പനീസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചൊരു സ്റ്റോക്ക്, ഇതിലേത് സ്റ്റോക്കാണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയോ? ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എടുത്ത സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്സ് ഈ ടൈപ്സ് ഓഫ് സ്റ്റോക്സിൽ ഈ 3 കാറ്റഗറിയിൽ ഏതിലാണ് പെടുന്നത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, 20,000 കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ എന്താണ് എന്താണ് മാർക്കറ്റ് ക്യാപ്പ്? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ്. ഇവിടെ ക്യാപ്പ് എന്നുണ്ട്. എന്താണ് ഈ ക്യാപ്പ്? ക്യാപ്പ് മീൻസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ഈ താഴെ എഴുതിയ വായിച്ചു നോക്കുക. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് company's share of a stock. It's calculated by multiplying the current share price by the total number of outstanding shares. The value represent how much the company is worth in stock market. എന്താണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, കമ്പനിയുടെ ഷെയർസ് ഇൻറ്റു കമ്പനിയുടെ ആ ഷെയറിൻ്റെ പ്രൈസ്, അതാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇവിടെ എന്താണ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് കമ്പനി ഷെയർസ് ഓഫ് എ സ്റ്റോക്ക്. ഇറ്റ് കാൽക്കുലേറ്റഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ കറൻറ്റ് ഷെയർ പ്രൈസ്, ഒരു ഷെയറിൻ്റെ പ്രൈസ്, ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. എന്താണ് ഷെയറും ഔട്ട്സ്റ്റാൻഡിങ് ഷെയറും തമ്മിലുള്ള വ്യത്യാസം? ഈ ഷെയർസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ആലോചിച്ച് നോക്കുക, എൻ്റെ കമ്പനിയിൽ ഓൾറെഡി 100 ഷെയറാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ഈ ഷെയർസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ കയ്യിലുണ്ടാവാം? ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലുണ്ടാവാം, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ടാവാം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുണ്ടാവാം, പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുണ്ടാവാം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പ്രൊമോട്ടേഴ്സ് അതുപോലെ അനദർ എക്സ്റ്റേണൽ പാർട്ടീസ്, ഇവരുടെ കയ്യിലൊക്കെ ഉള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത് അത് അവർ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റിൽ എന്താണ് അത് ട്രേഡബിൾ ആയിരിക്കില്ല. ഈ ട്രേഡബിൾ ആയിട്ടുള്ള ഷെയർസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, റീറ്റെയിലേഴ്സിന് അലൗ ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അലൗ ചെയ്തത്, ഷെയർ ഹോൾഡേഴ്സിന് അലൗ ചെയ്തതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ടോട്ടൽ ഷെയർസിൽ ഇപ്പോൾ 100ൽ എന്താണ് ഒരു 70 ഷെയർസാണ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ളത്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, റീറ്റെയിലേഴ്സ്. ബാക്കി 30 ഷെയർ എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സ് അതുപോലെ കമ്പനിയുടെ അനദർ വിഭാഗം ആളുകളുടെ കയ്യിലാണുള്ളതെങ്കിൽ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ എന്ന് പറയുന്നത് 70 ഉള്ളൂ, 100 അല്ല, 70 ഉള്ളൂ. അതാണ് ഫ്രീ ഫ്ലോട്ടിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും.
ഫ്രീ ഫ്ലോട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ടു ട്രേഡ്. ഓക്കെ, അതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾ. അപ്പോൾ എന്താണ്, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന, ഇവിടെ കാൽക്കുലേഷൻ ഒന്നും പറയുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 20,000 കോടിക്ക് മുകളിലാണെങ്കിൽ ആ കമ്പനി ഒരു ലാർജ് ക്യാപ്പ് കമ്പനി ആയിരിക്കും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5,000 കോടി ടു 20,000 കോടി അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 5,000 കോടിയോ അതിൽ 20,000 കോടി അതിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ മിഡ് ക്യാപ്പ് കമ്പനി എന്നായിരിക്കും പറയുക. 50,000 കോടിക്ക് താഴെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളതെങ്കിൽ സ്മോൾ ക്യാപ്പ് കമ്പനി. ഓക്കെ, ഇനി ഇത് മനസ്സിലാക്കാൻ പാടായിട്ടുള്ള ആളുകൾ വേറൊരു കാര്യം ആലോചിച്ചാൽ മതി. എന്താണ്, നമ്മൾ കൺട്രീസിനെ തന്നെ എന്താണ് ഡെവലപ്ഡ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി, അണ്ടർ ഡെവലപ്ഡ് കൺട്രി, ഇങ്ങനെ ഒരുപാട് അങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുള്ള. അതുപോലെ തന്നെയാണ് ഈ സ്റ്റോക്സും. കമ്പനീസിൻ്റെ നമ്മൾ ലാർജ് ക്യാപ്പ് കമ്പനി, മിഡ് ക്യാപ്പ് കമ്പനി, സ്മോൾ ക്യാപ്പ് കമ്പനി. ഓക്കെ, അപ്പം നമ്മളെന്താണ് മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റോക്സ് ഇതിലേത് ക്യാപ്പിൽ പെടുന്നതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലൈഡിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പം പഠിച്ച ഈ 2 സ്ലൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇൻട്രാഡേ ട്രേഡിംഗ്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം എന്താണ് ടൈപ്സ് ഓഫ് കമ്പനി, മിഡ് ക്യാപ്പ് കമ്പനി, സ്മോൾ ക്യാപ്പ് കമ്പനി, ലാർജ് ക്യാപ്പ് കമ്പനി പറഞ്ഞു. എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രീതിയിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആ റാങ്കിങ് വരുന്നത്, എത്ര ക്യാപിറ്റലൈസേഷൻ, എത്ര 20,000, 5,000, അതിൻ്റെ താഴേക്ക്, അതിൻ്റെ മുകളിലേക്ക്, ആ റാങ്കിങ് എല്ലാം നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്. മൂന്നാമതായിട്ട് എന്താണ് മേജർ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ഓഫ് എ സ്റ്റോക്ക് ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ്. പല ആളുകൾക്കും അറിയാത്തതും പല ആളുകൾക്ക് അറിയുന്നതും, ഇനി അറിയുന്ന ആളുകൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് വിട്ടുപോകുന്നതുമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സം ക്രൈറ്റീരിയാസ് ആണ് ഇനി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിലാദ്യത്തേതാണ് ലിക്വിഡിറ്റി. നിങ്ങൾ സ്റ്റോക്സ് ഇൻട്രാഡേക്ക് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി? എൻഷുർ ദ സ്റ്റോക്ക് ഹാസ് ഹൈ ട്രേഡിംഗ് വോളിയം അലൗ ടു ഈസി എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ, നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ലൈഡിലേക്ക് പോയിട്ട് പറയാം. എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി, ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലോ ലിക്വിഡിറ്റി സ്റ്റോക്കും ഉണ്ട്. ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അതിലെന്തായിരിക്കും ഹൈ വോളിയം ആയിരിക്കും. ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്സിൽ ഹൈ വോളിയം ആയിരിക്കും. ലോ ലിക്വിഡിറ്റി സ്റ്റോക്സിൽ എന്തായിരിക്കും ലോ വോളിയം ആയിരിക്കും. ഓക്കെ, ലോ വോളിയം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഈസി എൻട്രി ആൻഡ് എക്സിറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്, സ്മൂത്തായിട്ട് നടക്കുന്നത് ഹൈ ലിക്വിഡിറ്റി ആയിട്ടുള്ള സ്റ്റോക്സിലായിരിക്കും. ലോ ലിക്വിഡിറ്റി സ്റ്റോക്സിൽ എന്തായിരിക്കും, അതിൽ ലോ വോളിയം ആയതുകൊണ്ട് തന്നെ എൻട്രി ആൻഡ് എക്സിറ്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ എന്താണ്, നമുക്ക് ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ഒരു സ്റ്റോക്ക്, എൻ്റെ അങ്ങനെ ഒന്നും നോക്കണ്ട, ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക്, ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക്, XYZ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക്. ഈ ABC ലിമിറ്റഡ് ഉള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്സ് ആണ്. മനസ്സിലാക്കുക, ABC ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഹൈ ലിക്വിഡ് സ്റ്റോക്കാണ്. അതുപോലെ XYZ എന്ന് പറഞ്ഞത് ലോ ലിക്വിഡ് സ്റ്റോക്കാണ്. ABC എന്ന് പറയുന്നത് ഹൈ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്ക്, XYZ എന്ന് പറഞ്ഞാൽ ലോ ലിക്വിഡിറ്റി സ്റ്റോക്ക്. ഓക്കെ, ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ടോട്ടൽ വോളിയം. ഓക്കെ, ഹൈ വോളിയം ഉള്ള സ്റ്റോക്കാണ് ABC, ലോ വോളിയം ഉള്ളതാണ് XYZ. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ABC സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. XYZ എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയാണ്. 500 രൂപ, 50. നിങ്ങൾക്കറിയാം ഹൈ ലിക്വിഡിറ്റി സ്റ്റോക്സിനൊക്കെ എന്താണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ലോ ലിക്വിഡ് സ്റ്റോക്കിനേക്കാൾ കൂടുതൽ തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ രണ്ടിലും പൊസിഷൻ എടുക്കാമെന്ന് വിചാരിക്കുക. എനിക്ക് ABC ലിമിറ്റഡിലും XYZലും ഞാനൊരു ബൈ പൊസിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കുക. 500 ഞാൻ ബൈ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ XYZൽ ഞാൻ 50 രൂപയ്ക്ക് ബൈ ചെയ്യാൻ വേണ്ടി ഡിസിഷൻ എടുക്കുകയാണ്. അപ്പം 50 രൂപയ്ക്ക് ഞാൻ ബൈ ചെയ്യണമെങ്കിൽ 50 രൂപയ്ക്ക് സെല്ല് ചെയ്യാൻ അവിടെ ആൾ വേണം. അപ്പോഴാണ് ആക്ച്വലി ഓർഡർ മാച്ചിങ് നടക്കുക, അല്ലേ? 500 രൂപയ്ക്ക് എത്രയാണ്, ഒരു 10 ഷെയർ. ഓക്കെ, 10 ഷെയർ ഞാൻ ABCൻ്റെത് 500 രൂപയ്ക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓർഡർ മാച്ചിങ് നടക്കണമെങ്കിൽ 500 രൂപയ്ക്ക് ആരെങ്കിലും സെല്ല് ചെയ്യാൻ വേണം. ഓക്കെ, ഈ ഹൈ ലിക്വിഡ് സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ 500.5 രൂപയ്ക്ക് എനിക്ക് സെല്ല് ചെയ്യാൻ ആളുണ്ട്.
സെല്ല് ചെയ്യാൻ ആളുണ്ട്. 10 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആളുണ്ട്. ഓക്കെ, 500 രൂപയിലില്ല, 500.5. ഓക്കെ, ആ ഒരു ഫിഗറിൽ 50 രൂപയ്ക്ക് ഞാൻ XYZ ബൈ ചെയ്യാൻ 10 ക്വാണ്ടിറ്റി നോക്കുകയാണ്. പക്ഷെ എന്താണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ 52 രൂപയിലാണ് 10 ക്വാണ്ടിറ്റി സെൽ ഓർഡർ ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് എനിക്ക് 10 ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ അവിടെ 10 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആൾ വേണം. 10 ക്വാണ്ടിറ്റി ഞാൻ ABC ലിമിറ്റഡിൽ 500 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ 500 രൂപയ്ക്ക് ആളില്ല, പകരം 505-ലാണ് 10 ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആളുള്ളത്. XYZ കാര്യം എന്താണ്, 50 രൂപയ്ക്ക് ഞാൻ 10 ഷെയർ XYZ ലിമിറ്റഡിൻ്റെ വാങ്ങാൻ നോക്കുകയാണ്. അവിടെ സെല്ല് ചെയ്യാൻ എന്താണ് 52 രൂപയിലെ ആളുള്ളൂ. അപ്പോൾ എന്താണ് ഇവിടെ എൻ്റെ ആസ്ക് പ്രൈസ്, നമ്മൾ ABC ലിമിറ്റഡിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് 500 രൂപ. ആസ്ക് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ് 505 രൂപ. അപ്പം എന്താണ് ബിഡ് പ്രൈസും മാസ്ക് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് 0.5 ആണ്. അത് എന്ന് പറയുന്നത് സ്പ്രെഡാണ്. ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ സ്പ്രെഡ് എന്ന് പറയുന്നത് 0.5 ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപ ഞാൻ വാങ്ങിക്കോളാം എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ഇവിടെ ആസ്ക് പ്രൈസ് എത്രയാണ്, വിറ്റോള എന്ന് പറയുന്ന വില എന്ന് പറയുന്നത് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയാണ്, 52 രൂപയാണ്. ഇവിടെ ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ് എന്ന് പറഞ്ഞു. ഇവിടെ സ്പ്രെഡ് എന്ന് പറയുന്നത് 2 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഹൈ ലിക്വിഡ് സ്റ്റോക്സിൽ ഞാൻ വാങ്ങുന്ന സമയത്ത് എൻ്റെ ആസ്കും ബിഡും പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പ്രെഡ് ലോ ആയിരിക്കും, ലോ സ്പ്രെഡായിരിക്കും. അതുപോലെ ലോ ലിക്വിഡിറ്റി സ്റ്റോക്സിൽ ഹൈ സ്പ്രെഡായിരിക്കും. ഇവിടുത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് 0.5 ആണ്. ഇവിടുത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം എന്താണ് ഹൈ ലിക്വിഡ് സ്റ്റോക്സിൽ നമുക്ക് ഇമ്പാക്റ്റ് കോസ്റ്റ് കുറവായിരിക്കും. ഇവിടെ എന്താണ് ഇവിടെ ഇമ്പാക്റ്റ് കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം എന്താണ് ഇവിടെ ഞാൻ 500 രൂപയ്ക്ക് 10 ക്വാണ്ടിറ്റി വാങ്ങാനാണെങ്കിൽ അത് സെല്ല് ചെയ്യാൻ ആൾ വേണമല്ലോ. അപ്പോൾ എനിക്ക് ബയ്യും കിട്ടുക 500.5-ലാണ്. ഒരു 0.5 റുപ്പീസ് എൻ്റെ ഇമ്പാക്റ്റ് കോസ്റ്റ് ഉണ്ടാവും. താഴെ നോക്കുകയാണെങ്കിൽ എന്താണ് XYZ ഞാൻ 50 രൂപയ്ക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ എൻ്റെ എൻട്രി 52-ലായിരിക്കും ചിലപ്പം എക്സിക്യൂട്ട് ആവുക. കാരണം എന്താണ് അവിടുത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇമ്പാക്റ്റ് കോസ്റ്റ് കൂടും. ദാറ്റ് ഈസ് വൈ നമ്മൾ പറയുന്നത് ഹൈ ലിക്വിഡ് സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യണം നിങ്ങൾ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ലിക്വിഡിറ്റി എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വോളാറ്റിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ലുക്ക് ഫോർ സ്റ്റോക്സ് വിത്ത് സിഗ്നിഫിക്കൻറ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ടു മാക്സിമൈസ് പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് വോളാറ്റിലിറ്റി ലോ വോളാറ്റിലിറ്റി, മിഡ് വോളാറ്റിലിറ്റി, ഹൈ വോളാറ്റിലിറ്റി ഉണ്ട്. അപ്പോൾ സ്റ്റോക്സ് തന്നെ എന്താണ് നമ്മൾ ഹൈ വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്സ് വേണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ. കാരണം എന്താണ് ഹൈ വോളറ്റിലിറ്റി വരുന്ന സമയത്ത് ഹൈ റിസ്ക് ആണ്. പക്ഷേ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻട്രാഡേക്ക് നമ്മൾ ഷോർട്ട് ടേം ടൈം ഫ്രെയിംസിലാണ് നമ്മൾ ഷോർട്ട് ടേം പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് വോളറ്റിലിറ്റി ഹൈ ഓർ മിഡ് വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്സ് ആയിരിക്കണം. നെക്സ്റ്റ് എന്താണ് ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ്. ഓക്കെ, സെലക്ട് ദ സ്റ്റോക്സ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ന്യൂസ്, ഏർണിങ്സ് റിപ്പോർട്ട്സ് ഓർ അതർ മാർക്കറ്റ് മൂവിങ് ഇവൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സ് ന്യൂസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് അടുത്തത് എന്താണ് സെക്ടറൽ പെർഫോമൻസ്. ചൂസ് സ്റ്റോക്സ് ഇൻ സെക്ടർ വിത്ത് സ്ട്രോങ് മൊമെൻറ്റം ഓർ ട്രെൻഡിങ് മാർക്കറ്റ്സ്. എന്താണ് സെക്ടറൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് പലതരം സെക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് സെക്ടേഴ്സ്? IT സെക്ടർ, ഫാർമ സെക്ടർ, മെറ്റൽ സെക്ടർ, അതുപോലെ തന്നെ എന്താണ് PUC സെക്ടർ, അങ്ങനെ ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സെക്ടേഴ്സിൽ മേജർ ആയിട്ടുള്ള സ്റ്റോക്സ് ആയിരിക്കണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്റ്റോക്സ്. നെക്സ്റ്റ് എന്താണ് ബീറ്റ വാല്യൂ. ഇത് കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരുന്നേ കുഴപ്പമില്ല. എന്താണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈ ബീറ്റ സ്റ്റോക്സ് ടെൻഡ് ടു ഹാവ് എ ഗ്രേറ്റ് പ്രൈസ് സ്വിങ്സ് വിച്ച് ഐഡിയൽ ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ്. കാരണം ആ ബീറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു വോളറ്റിലിറ്റി. നമ്മൾ രണ്ടാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞല്ലോ വോളറ്റിലിറ്റി. എന്താണ് ഹൈ വോളറ്റിലിറ്റി ആയിട്ടുള്ള സ്റ്റോക്സിലായിരിക്കും ഹൈ പ്രൈസ് സ്വിങ്സ് ഉണ്ടാവുന്നത്.
ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ ഷോർട്ട് ടൈം പ്രൈസ് മൊമെൻറ്റ്സ് ആണ് ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഗ്രേറ്റർ പ്രൈസ് സ്വിങ്സ് വേണ്ടേ. അതുകൊണ്ട് തന്നെ ഹൈ ബീറ്റ വാല്യൂ ഉള്ള സ്റ്റോക്സ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഇൻട്രാഡേ ട്രേഡിങ്ങിന് ബെറ്റർ. അതുപോലെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് എന്താണ്, സ്റ്റോക്ക് വിത്ത് എ ക്ലിയർ ബുള്ളിഷ് ഓർ ബെയറിഷ് സെൻറ്റിമെൻറ്റ് ഓഫ്റ്റൻ ഗുഡ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. കാരണം എന്താണ്, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കുന്ന സമയത്ത് എന്താണ് ബുള്ളിഷ്, ബെയറിഷ്, അതുപോലെ തന്നെ എന്താണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് കിട്ടുന്ന സ്റ്റോക്സ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് കോറിലേഷൻ, സ്റ്റോക്സ് ദാറ്റ് ഹാവ് സ്ട്രോങ് കോറിലേഷൻ വിത്ത് മേജർ ഇൻഡെക്സ് ലൈക്ക് എന്താണ് NSEയുടെ നിഫ്റ്റി 50, BSEയുടെ സെൻസെക്സ്. എന്താണ് കോറിലേഷൻ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആയിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എന്താണ് നിഫ്റ്റി 50 ഇപ്പം നല്ല ഒരു 2%, 3% മൂവ്മെൻറ്റ്, 3% അല്ല, നമുക്കൊരു 1% എടുക്കാം. ഒരു 1% മൂവ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോക്കിനെയും ആ നിഫ്റ്റിയുടെ ആ ഒരു മൊമെൻറ്റം എഫക്റ്റ് ചെയ്യണം. അങ്ങനത്തെ സ്റ്റോക്സ്, അതാണ് ഇൻഡെക്സ് കോറിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ് ആവേണ്ട, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ലിക്വിഡിറ്റി, വോളാറ്റിലിറ്റി, ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ്, സെക്ടോറിയൽ പെർഫോമൻസ്, ബീറ്റ വാല്യൂ, മാർക്കറ്റ് സെൻറ്റിമെൻറ്റൽ ആൻഡ് ഇൻഡെക്സ് കോറിലേഷൻ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമ്മളൊന്ന് ചേർത്ത് വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ലാർജ് ക്യാപ് സ്റ്റോക്ക്, മിഡ് ക്യാപ് സ്റ്റോക്സ്, സ്മോൾ ക്യാപ് സ്റ്റോക്സ്. ഇതിൽ നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്നത്. ലാർജ് ക്യാപ്പ് സ്റ്റോക്കിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം മാച്ച് ചെയ്തത്. അപ്പം നമുക്കിപ്പോൾ മനസ്സിലായി, നമ്മൾ ഈ ഒരു 3 ലാർജ് ക്യാപ്പ് സ്റ്റോക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എടുത്തിരിക്കുന്ന സ്റ്റോക്ക് ഇപ്പം മിഡ് ക്യാപ്പ് സ്റ്റോക്സിലാണ്, നിങ്ങൾ അതിനെ ഒന്ന് അനാലിസ് ചെയ്ത് നോക്കുക. നമ്മൾ പറഞ്ഞ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം മാച്ച് ചെയ്യുന്നതാണോ നിങ്ങളുടെ മിഡ് ക്യാപ്പ് സ്റ്റോക്സ്? എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ലാർജ് ക്യാപ്പ് സ്റ്റോക്സ് ആണ് ഇൻട്രാഡേക്ക് ചൂസ് ചെയ്യേണ്ടത്. പല ആളുകളും ഇപ്പം പറയും മിഡ് ക്യാപ്പ് സ്റ്റോക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കാരണം എന്താ, നമ്മൾ ഇൻട്രാഡേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഷോർട്ട് ടൈം പ്രൈസ് സ്വിങ്സിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ചെയ്യാം. പക്ഷേ എന്താണ്, നിങ്ങൾ ഇൻട്രാഡേക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലാർജ് ക്യാപ്പ് സ്റ്റോക്സിൽ മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ഇപ്പം വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ലാർജ് ക്യാപ്പ് സ്റ്റോക്സ്? അവിടെയാണ് നിഫ്റ്റി 50 നമ്മൾ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ എന്താണ്, ടോപ്പ് നിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ടോപ്പ് 50 ലാർജ് ക്യാപ്പ് കമ്പനി. ഇറ്റ്സ് ഇൻക്ലൂഡ് ഓൺലി 50 LCS ലാർജ് ക്യാപ്പ് സ്റ്റോക്സ്. ലാർജ് ക്യാപ്പ് സ്റ്റോക്സ് ആണ്. ഓക്കെ, അതാണ് നിഫ്റ്റി 50. നിഫ്റ്റി 100 നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പ് സ്റ്റോക്സിൻ്റെയും അതുപോലെ തന്നെ ലാർജ് ക്യാപ്പ് സ്റ്റോക്സിൻ്റെയും എന്താണ് ഒരു മിക്സ് ആയിരിക്കും നിഫ്റ്റി 100 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻട്രാഡേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 50 ഉള്ളിലുള്ള സ്റ്റോക്സ് മാത്രമായിരിക്കണം. നിഫ്റ്റി 50 സ്റ്റോക്സ് മാത്രമായിരിക്കണം നിങ്ങൾ എന്തിന് ഇൻട്രാഡേക്ക് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പല ആളുകളും അറിയും എന്താണ് വേറെ സ്റ്റോക്സ് യൂസ് ചെയ്താൽ. അതിനുള്ള ഉത്തരം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ, ഷോർട്ട് ടൈം പ്രൈസ് മൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. 9:15 നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 3:30 ആവുന്നതിന് തൊട്ട് മുന്നേ എന്തെങ്കിലും ഒരു കാര്യം അതിൽ സംഭവിക്കണം. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു 6 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം പ്രൈസ് ഡ്യൂറേഷനാണ്. അതിൻ്റെ ഉള്ളിൽ നടക്കാൻ പറ്റുന്ന ആ ഒരു പ്രൈസ് സ്വിങ്സ് ഒക്കെ നടത്തി അത് ടാർഗറ്റ് ചെയ്തിരിക്കണം നമ്മൾ. അപ്പം നിഫ്റ്റി 50 സ്റ്റോക്സാണ് നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്നത്. നിഫ്റ്റി 50 ഇൻക്ലൂഡ്സ് ഓൺലി 50 ലാർജ് ക്യാപ്പ് കമ്പനീസാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ MRF ഷെയറിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1,38,500 രൂപയാണ് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് MRFൻ്റെ വില. പല ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ എന്താണ്, MRF ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി. മദ്രാസ് റബ്ബർ ഫാക്ടറിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി. പല ആളുകളും വിശ്വസിച്ചത് അതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് MRF എന്ന് പറയുന്നത് നിഫ്റ്റി 50 ഇൻക്ലൂഡ് അല്ല, നിഫ്റ്റി 100 പോലും ഇൻക്ലൂഡ് അല്ലാത്ത ഒരു സ്റ്റോക്കാണ് MRF. MRF എന്ന് പറയുന്നത് ഒരു മിഡ് ക്യാപ്പ് സ്റ്റോക്കാണ്, ഒരു ലാർജ് ക്യാപ്പ്
സ്റ്റോക്കോ ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയോ അല്ല MRF എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കണ്ടിട്ട് ഒരിക്കലും ഒരു കമ്പനി ലാർജ് ക്യാപ്പ് കമ്പനിയാണെന്ന് പറയരുത്. ലാർജ് ക്യാപ്പ് കമ്പനി നിഫ്റ്റി 50 അല്ലെങ്കിൽ ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയിലാണ് ലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്. കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് ആയിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പോൾ പലർക്കും ചോദിക്കുന്ന ഡൗട്ട്, അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു ഡൗട്ട്, ഞാൻ നിങ്ങളോട് ചോദിച്ചു നോക്കുകയാണ്, എന്തുകൊണ്ടാണ് MRFന് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് പ്രൈസ് വന്നത്? ഒബ്വിയസ്ലി എന്താണ്, കമ്പനിയുടെ പെർഫോമൻസ് അല്ലാതെ എക്സ്റ്റേണലി അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദർ ഈസ് എ കോർപ്പറേറ്റ് ആക്ഷൻസ് ലൈക്ക് എന്താണ് ബോണസ് ഷെയർ, അതുപോലെ തന്നെ എന്താണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. ഈ രണ്ട് കാര്യവും ഈ കമ്പനിയിൽ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് റാപ്പിഡായിട്ട് സ്റ്റോക്ക് ഇതുപോലെ വരുന്നത്. എന്താണ് മിഡ് ക്യാപ് കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ് 20,000 കോടി ടു 5,000 കോടി മാത്രം അതിൻ്റെ ഉള്ളിലുള്ളൊരു ഒരു സെർട്ടൺ എമൗണ്ട് ആണ് MRFൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, MRFും റിലയൻസുമായിട്ട് ഒന്നും ദയവ് ചെയ്ത് കമ്പയർ ചെയ്യാതിരിക്കുക. റിലയൻസിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് MRFൻ്റെ സ്റ്റോക്ക് പ്രൈസിനേക്കാൾ എത്രയോ ചെറുതാണ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ വൈസ് വേഴ്സ വിപരീതമാണ്. അതുകൊണ്ട് സ്റ്റോക്ക് പ്രൈസിലൊന്നുമല്ല കാര്യം, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50യിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ് നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എല്ലാം മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട സ്റ്റോക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി 50 സ്റ്റോക്സ് ആയിരിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും കാര്യം പറഞ്ഞതിൽ ഇനി വരാൻ വേണ്ടി പോകുന്ന മേജർ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നിഫ്റ്റി 50യിൽ 50 കമ്പനീസ് ഇൻക്ലൂഡാണ്. നിഫ്റ്റി 50 എന്ന് പറയുമ്പോൾ എന്താണ്, ആ 50 കമ്പനീസിൻ്റെ ആവറേജ് ആണ് നിഫ്റ്റി 50 വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 50 കമ്പനീസും നമ്മൾ എടുക്കണോ വേണ്ട, അവിടെയാണ് ഇൻഡെക്സ് വെയിറ്റേജ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നമ്മളുടെ നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ആണ്, അതിൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ് നമ്മൾ എടുത്താൽ മതി. എന്തുകൊണ്ടാണ് വെയിറ്റേജ് സ്റ്റോക്സ് എടുത്താൽ മതി പറയുന്നത്? നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കാം. ഓക്കെ, ഈ ഒരു ജസ്റ്റ് ഷോർട്ട് ടൈം ഒന്ന് വായിച്ചു നോക്കാം. സെലക്ടിങ് മേജർ ഇൻഡെക്സ് വെയിറ്റേജ് സ്റ്റോക്സ് ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ് ഇൻവോൾവ്സ് ഫോക്കസിങ് ഓൺ സ്റ്റോക്സ് ദാറ്റ് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ദ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ കീ ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി 50 വെയിറ്റേജ് എടുക്കുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. എന്ത്, നമ്മുടെ കീ ഇൻഡെക്സിൻ്റെ ആ മൊമെൻറ്റിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. കാരണം ഈ വെയിറ്റേജ് സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് മേജർ ആയിട്ടുള്ള മൊമെൻറ്റം ഇൻഡെക്സിൽ സംഭവിക്കുന്നത്. അപ്പം നിഫ്റ്റി 50 ഒരു 1% 2% അപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ നിഫ്റ്റി വെയിറ്റേജ് സ്റ്റോക്സിൻ്റെ പെർഫോമൻസ് വളരെയധികം കൂടുതൽ, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ കൂടുതലാവുന്നത് കൊണ്ടാണ് ആക്ച്വലി നിഫ്റ്റി 50യിൽ ഇതുപോലെ ഗ്രാസ്പിംഗ് മൊമെൻറ്റ്സും ഉണ്ടാവുന്നത്. സച്ച് ആസ് ദ നിഫ്റ്റി 50 ഓർ സെൻസെക്സ്. ഓക്കെ, ദീസ് സ്റ്റോക്സ് ടിപ്പിക്കലി ബിലോങ് ടു ലാർജ് ക്യാപ് കമ്പനീസ്. കാരണം എന്താ, ഇത്തരം കമ്പനികൾ ലാർജ് ക്യാപ്പ് കമ്പനീസ് ആയിരിക്കും. അതുപോലെ തന്നെ ആൻഡ് ക്യാരീസ് സബ്സ്റ്റൈനൽ വെയിറ്റ് ഇൻ ദ ഇൻഡെക്സ്. ഓക്കെ, ആ ഇൻഡെക്സിന് അതിൻ്റേതനുസരിച്ചിട്ടുള്ളൊരു വെയിറ്റേജ് അതിനുണ്ടാവും. ഹിയർ വൈ ആൻഡ് ഹൗ യു ഷുഡ് സെലക്ട് ദം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ വെയിറ്റേജ് സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഒക്കെ ഇതിലും മീറ്റ് ചെയ്യുന്നുണ്ട്. ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും, വോളറ്റിലിറ്റി ആയിരിക്കും, പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയാൻ കാരണം എന്താണ്, നിഫ്റ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി വെയിറ്റേജസ്, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ആ ഇൻഡെക്സിൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ് ആയിരിക്കും. അപ്പോൾ ഇൻഡെക്സ് കൂടുക എന്ന് പറയുമ്പം ആ വെയിറ്റേജ് സ്റ്റോക്സും കൂടും. ഇൻഡെക്സ് താഴേക്കാണെന്ന് പറയുമ്പം ആ വെയിറ്റേജ് സ്റ്റോക്സിലെ ഏറെക്കുറെ സ്റ്റോക്സും താഴേക്കായിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ്, ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് മുകളിലേക്ക് പെർഫോം ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വെയിറ്റേജ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ HDFC ആണെന്ന് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. അറിയാത്ത ആൾക്കാരുടെ കാര്യം ഞാനിവിടെ പറയുന്നില്ല. ബാങ്ക് നിഫ്റ്റി നല്ല മൊമെൻറ്റം കാഴ്ച വെക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിരിക്കില്ലേ, എന്താണ് HDFCയും നല്ലൊരു മൊമെൻ്റ് ആയിരിക്കുന്നത്. റിലയൻസ് നല്ല മൊമെൻറ്റം കാഴ്ച വെക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ നിഫ്റ്റി 50 അത്യാവശ്യം നല്ല മൊമെൻ്റ് ആയിരിക്കുന്നു. അവിടെ ഒരു പ്രെഡിക്റ്റബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് പറഞ്ഞാൽ ലോവർ റിസ്ക് ഓഫ് മാനിപ്പുലേഷൻ. ഇതുപോലത്തെ ലാർജ് ക്യാപ്പിൻ സ്റ്റോക്സ്, അതുപോലെ തന്നെ വെയിറ്റേജ് സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഹൈ ലിക്വിഡിറ്റി ഉണ്ടാവും, നല്ല വോളാറ്റിലിറ്റി ഉണ്ടാവും, പ്രെഡിക്റ്റബിലിറ്റി ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ എന്താണ്, അവിടെ മാനിപ്പുലേഷൻസിൻ്റെ സാധ്യത വളരെ കുറവായിരിക്കും. അങ്ങനെയൊന്നും മാനിപ്പുലേഷൻ ചെയ്യാൻ കഴിയില്ല.
കമ്പയർ ടു ലോവർ പെന്നി സ്റ്റോക്സ്, സ്മോൾ ക്യാപ് സ്റ്റോക്സിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ ഇതുപോലത്തെ വെയിറ്റേജ് സ്റ്റോക്സ്, ഹൈ ക്യാപിറ്റലൈസേഷൻ ലാർജ് ക്യാപ് കമ്പനീസിൽ നടക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ സ്റ്റെബിലിറ്റി. ഇതുപോലത്തെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക, ലോ ലിക്വിഡ് സ്റ്റോക്സും ഹൈ ലിക്വിഡ് സ്റ്റോക്സും തമ്മിൽ ചാർട്ടിൽ വളരെ ഡിഫറൻസ് ഉണ്ടാവും. കാരണം ഒരു ലോ ലിക്വിഡ് സ്റ്റോക്സിലും ഒരു ഹൈ ലിക്വിഡ് സ്റ്റോക്സും നമ്മൾ രണ്ടും താരതമ്യം ചെയ്യുന്ന സമയത്ത് എന്താണ്, ഹൈ ലിക്വിഡ് സ്റ്റോക്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഇൻഡെക്സ് വെയിറ്റേജ് സ്റ്റോക്സിലൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ക്ലീൻ പ്രൈസ് ആക്ഷൻസ് ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ലോ ലിക്വിഡ് സ്റ്റോക്സിൽ നിന്നാണ് നമുക്കൊരു പ്രൈസ് ആക്ഷൻ, ഒരു എന്താ പറയുക, നമുക്ക് പ്രോപ്പറായിട്ട് കണ്ടെത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരെ സംഭവിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോറിലേറ്റ് വിത്ത് ഇൻഡെക്സ് മൊമെൻറ്റം അല്ലെങ്കിൽ ഇൻഡെക്സ് മൊമെൻറ്റ്സ്. കാരണം എന്താണ്, നമ്മൾ ഇപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് വെയിറ്റേജ് സ്റ്റോക്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇതുവരെ ചെയ്തില്ല, നമ്മൾ പറയാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഈ സ്റ്റോക്സ് നമ്മൾ കണ്ടെത്തുകൊണ്ട് എന്താണ്, ഇത് ഇൻഡെക്സ് ആയിട്ട് കോറിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിൽ ഉണ്ടാകുന്ന മൊമെൻറ്റം ഈ സ്റ്റോക്സ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കും. അപ്പോൾ ലാസ്റ്റത്തതും പാടി വായിച്ചിട്ട് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ബൈ സെലക്ടിങ് ദ മേജർ ഇൻഡെക്സ് വെയിറ്റേജ് സ്റ്റോക്സ്, ഇൻട്രാഡേ ട്രേഡ്സ് ക്യാൻ ബി ബെനിഫിറ്റ് ഫ്രം ബെറ്റർ പ്രഡിക്റ്റബിലിറ്റി, ലിക്വിഡിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ക്വിക്ക് പ്രോഫിറ്റ്സ്, എസ്പെഷ്യലി വെൻ ദ മാർക്കറ്റ് ഈസ് ട്രെൻഡിങ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്താണ്, നമുക്ക് മേജറായിട്ടുള്ള മേജറായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഇൻഡിസസ് നമ്മളത് പരിചയപ്പെടാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഫസ്റ്റ് ഇതത് നിഫ്റ്റി 50, അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT, നിഫ്റ്റി FMCG, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 സെക്ടേഴ്സ്. ഓക്കെ, സെക്ടർ എന്നും പറയാം, ഇൻഡിസും പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ കൊടുത്ത 7 എണ്ണത്തിൽ നിഫ്റ്റി 50യും നിഫ്റ്റി ബാങ്കുമാണ് ട്രേഡബിൾ ആയിട്ടുള്ള ഇൻഡെക്സസ്. ഇതിലാണ് ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. നിഫ്റ്റി 50യിലും നിഫ്റ്റി ബാങ്കിലും ഫ്യൂച്ചേഴ്സും ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും. നിഫ്റ്റി IT ഇതൊന്നും ഇപ്പം ഇല്ല. ഓക്കെ, ഇനി വരുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് മേജറായിട്ടുള്ള ഇൻഡിസസ്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇൻഡെക്സസ് ഏതൊക്കെയാണ്, നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി IT, നിഫ്റ്റി FMCG പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. ഓക്കെ, നിഫ്റ്റി FMCG, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ. അപ്പോൾ ഇതിലുള്ള എല്ലാ സ്റ്റോക്സും നമ്മൾ എടുക്കുമോ? ഇല്ല. അവിടെയാണ് പോയിന്റ്. ഇതിലുള്ള എല്ലാ സ്റ്റോക്സും എടുക്കില്ല. നിഫ്റ്റി 50ൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ്, നിഫ്റ്റി ബാങ്കിൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ്, നിഫ്റ്റി ITയുടെ വെയിറ്റേജ് സ്റ്റോക്സ്, നിഫ്റ്റി FMCGയുടെ വെയിറ്റേജ് സ്റ്റോക്സ്, നിഫ്റ്റി ഓട്ടോൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ്, നിഫ്റ്റി മെറ്റൽ വെയിറ്റേജ് സ്റ്റോക്സ്, നിഫ്റ്റി ഫാർമ വെയിറ്റേജ് സ്റ്റോക്സ്. അപ്പോൾ എന്താണ്, നിഫ്റ്റി ഓട്ടോ നല്ല ബൂമിങ് ആണെന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്, നിഫ്റ്റി ഓട്ടോൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ് ഒക്കെ നല്ലൊരു മൊമെൻറ്റം ആയിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ സെക്ടോറിയൽ വൈസായിട്ട് കാര്യങ്ങൾ ചെയ്യുക. സെക്ടർ വൈസായിട്ട് ഇപ്പം നിഫ്റ്റി IT നല്ലൊരു മൊമെൻറ്റം കാഴ്ചവെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ നോക്കുക, നിഫ്റ്റി ITയുടെ വെയിറ്റേജ് സ്റ്റോക്സ് നമ്മൾ ലിസ്റ്റ് ചെയ്തത് ഏതൊക്കെയാണ്, അത് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, അതിൽ വേണം നമ്മൾ ആ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ അനുസരിച്ചിട്ട് സെക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മളുടെ ആക്ഷൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സ്ലൈഡ്സ് ത്രൂ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അവസാനം നമ്മൾ കൺക്ലൂഡിലെത്തി, നമ്മുടെ ലാർജ് ക്യാപ്പ് കമ്പനീസിലായിരിക്കണം ഇൻട്രാഡേ സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്സ് ചെയ്യാം. അപ്പം എന്നാൽ നിഫ്റ്റി 50യിലുള്ള എല്ലാ കമ്പനീസും എടുക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട. നിഫ്റ്റി 50ൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു ഇൻഡെക്സ് ഏതാണ് അല്ലെങ്കിൽ സെക്ടർ എന്താണ്, ആ സെക്ടറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് മാത്രം മതി. എന്തിന്, നമുക്ക് ഇൻട്രാഡേക്ക് പ്രൊഫഷണലി ലോജിക്കലി നമ്മൾ സ്റ്റോക്ക് സെലക്ഷന് വേണ്ടിയിട്ട്. അപ്പം ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ വാച്ച് ലിസ്റ്റ് ക്രിയേഷനാണ്. ഓക്കെ, വാച്ച് ലിസ്റ്റ് ക്രിയേഷനാണ്. ഓക്കെ, അപ്പം എന്താണ്, ഈ വീഡിയോ ഇതുവരെ എനിക്ക് തോന്നും മെജോറിറ്റി ആളുകളൊന്നും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. അത്യാവശ്യം നല്ല പേഷ്യൻസ് ആൻഡ് നല്ല ടൈം മാനേജ്മെൻറ്റുള്ള ഒരാളെ ഞാനിപ്പോൾ പറഞ്ഞ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേഷൻ്റെ ഈ ഒരു സ്ലൈഡ് വരെ എത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ വാച്ച് ലിസ്റ്റ് ക്രിയേഷനിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വാച്ച് ലിസ്റ്റിനൊരു പേര് കൊടുക്കുക, നിഫ്റ്റി 50 വെയിറ്റേജ് സ്റ്റോക്ക്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ടോപ്പ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ വെയിറ്റേജസ്. ഓക്കെ, നിഫ്റ്റി 50ൻ്റെ വെയിറ്റേജിൻ്റെ ബേസിൽ എത്രയാണ്, HDFC ബാങ്ക് നിഫ്റ്റി 50യിൽ 11.02% കോൺട്രിബ്യൂഷൻ പോകുന്നത് ആക്ച്വലി ഏതെന്നാണ്, HDFC ബാങ്ക് എന്നാണ്. അല്ലേ, റിലയൻസ് ആയിരുന്നു വെയിറ്റേജ് സ്റ്റോക്സ്, ഇപ്പം എന്താണ്, HDFC ആയി.
ഓക്കെ, അതെന്താണ്, അത് വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുശേഷം എന്താണ് റിലയൻസ് വെയിറ്റേജിൻ്റെ 9.13% കോൺട്രിബ്യൂഷൻ എവിടെ നിന്നാണ് പോകുന്നത്? റിലയൻസ് എന്നാണ്. അതുപോലെ തന്നെ എന്താണ് ICICI ബാങ്ക് 7.73%ൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് നിഫ്റ്റി 50ക്ക് കൊടുക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് ഇൻഫോസിസ് എന്ന് പറയുമ്പോൾ 6.27% ആണ് കോൺട്രിബ്യൂഷൻ നിഫ്റ്റിക്ക് കൊടുക്കുന്നത്. അടുത്തതെന്താണ് ITC, TCS, LNT അഥവാ ലേസൺ ടർബോ ലിമിറ്റഡ്, അടുത്തത് ഭാരതി എയർടെൽ ലിമിറ്റഡ്, ആക്സിസ് ബാങ്ക്, SBI. ഇതാണ് നിഫ്റ്റി 50യിലെ വെയിറ്റേജ് സ്റ്റോക്ക്. ഓക്കെ, നിഫ്റ്റി 50യിലെ വെയിറ്റേജ് സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സെക്ടേഴ്സിലാണ് നിഫ്റ്റി 50യിലെ വെയിറ്റേജ് സ്റ്റോക്സ്. ഓക്കെ, HDFC, അതുപോലെ ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ICICI എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ബാങ്കിങ് സെക്ടേഴ്സാണ്. TCS, ഇൻഫോസിസ്, റിലയൻസ് പറയുമ്പോൾ അത് വേറെ സെക്ടറാണ്. അപ്പം നിഫ്റ്റി 50യിൽ പലതരം സെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം എന്നാൽ നിഫ്റ്റി 50യിലെ എല്ലാ സ്റ്റോക്കിലും പോയിട്ട് തലയിടാൻ നിൽക്കണ്ട, വെയിറ്റേജ് സ്റ്റോക്സിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നിഫ്റ്റി 50 സ്റ്റോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നിഫ്റ്റി 50 സ്റ്റോക്സ് ഒക്കെ ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യുക, എന്നിട്ട് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് വാച്ച് ലിസ്റ്റിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് നിഫ്റ്റി 50 വെയിറ്റേജ് സ്റ്റോക്സ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് നിഫ്റ്റി വെയിറ്റേജ് സ്റ്റോക്സ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ബാങ്ക് നിഫ്റ്റി വെയിറ്റേജ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ടോപ്പ് ബാങ്കിങ് കമ്പനീസിൻ്റെ ലിസ്റ്റാണ്. ഓക്കെ, അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ എല്ലാ ബാങ്ക്സും നമ്മൾ നോക്കുന്നില്ല. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രേഡബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിസസിനെ, ബാങ്ക് നിഫ്റ്റി എല്ലാവർക്കും അറിയാം, ട്രേഡബിൾ ആണ്, നിഫ്റ്റിയും ട്രേഡബിൾ ആയിട്ടുള്ള ഈ ബാങ്ക് നിഫ്റ്റിയുടെ ടോപ്പ് വെയിറ്റേജ് കമ്പനീസിനെയാണ് നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. എന്താണ്? HDFC നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നിഫ്റ്റിയിൽ 11% അടുത്താണ് വെയിറ്റേജ് ഉള്ളത് എങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 28.06% കോൺട്രിബ്യൂഷൻ പോകുന്നത് HDFCയിലാണ്. അതാണ് പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞ ആ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ്? ബാങ്ക് നിഫ്റ്റി നല്ല മൊമെൻറ്റം കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം HDFC നല്ലൊരു മൊമെൻറ്റത്തിലാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രോബബിലിറ്റി ഒരു 50 to 60% മുകളിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ICICI ബാങ്ക് 24.44% കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വെയിറ്റേജ് സ്റ്റോക്സ് ഏതൊക്കെയാണ്? കൊട്ടക്, SBI, ആക്സിസ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഫെഡറൽ ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, പഞ്ചാബ് ബാങ്ക്. ഇതെന്താണ്? ഇത് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നെക്സ്റ്റ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി വെയിറ്റേജ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ്ലൈൻ കൊടുക്കുക. അതിനുശേഷം എന്താണ്? ബാങ്ക് നിഫ്റ്റി സ്റ്റോക്സ് എല്ലാം ഇതുപോലെ ഓർഡറിൽ കൊടുക്കുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റി സ്റ്റോക്സ് എല്ലാം ഈ ഒരു ഓർഡറിൽ കൊടുക്കുക. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ട്രേഡബിൾ ആയിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയും മാത്രമാണുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റി വോളറ്റൈൽ സ്റ്റോക്സ് ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സസിൽ മുഴുവൻ ബാങ്ക് റിലേറ്റഡ് ആയിട്ട് ബാങ്കിങ് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ബാങ്കിങ് സ്റ്റോക്സ് ആണ് കൂടുതൽ. പക്ഷെ നിഫ്റ്റി 50യിൽ ബാങ്കിങ് സ്റ്റോക്ക് ഉണ്ട്, മറ്റു സെക്ടേഴ്സിലെ സ്റ്റോക്സ് ഉണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയേക്കാൾ കുറച്ച് വോളറ്റിലിറ്റിയും ഒരു മൊമെൻറ്റം കുറവും നിഫ്റ്റിയിലുള്ളത്. ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഇൻഡിസിസ് ആണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നിഫ്റ്റി 50 വെയിറ്റേജും പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി വെയിറ്റേജും പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നിഫ്റ്റി IT വെയിറ്റേജ് ആണ്. നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമിംഗ് IT കമ്പനീസ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇൻഫോസിസ് കോൺട്രിബ്യൂഷൻ നോക്കുക 28.45, 28% കോൺട്രിബ്യൂഷൻ IT വെയിറ്റേജ് സ്റ്റോക്സിൽ നിഫ്റ്റി ITയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻഫോസിസ് ആണ്. ഈ ഇൻഫോസിസ് നിഫ്റ്റി 50യിലെ വെയിറ്റേജ് സ്റ്റോക്ക് കൂടിയാണ്. നെക്സ്റ്റ് TCS, അതും എന്താണ്, നിഫ്റ്റി 50യിലെ വെയിറ്റേജ് സ്റ്റോക്സിൽ ഉള്ള ഒരു സ്റ്റോക്കാണ് TCSഉം. അതുപോലെ തന്നെ എന്താണ്, HCL ടെക് മഹീന്ദ്ര, വിപ്രോ, L&T മൈൻട്രി, അതുപോലെ PSL, അതുപോലെ കോൺഫോർജ്, പാഫിസ്, അതുപോലെ L&T ടെക്നോളജി സർവീസസ്. ഇതും ഇതിൻ്റെ വെയിറ്റേജസും നിങ്ങൾ നോക്കുക. അപ്പം നെക്സ്റ്റ് നിഫ്റ്റി IT വെയിറ്റേജസ് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്താണ്,
നെക്സ്റ്റ് എന്ന് പറയുന്നത് നിഫ്റ്റി FMCG വെയിറ്റേജസ് ആണ്. നിഫ്റ്റി ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് കാറ്റഗറിയിലുള്ള കമ്പനികളിലെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, നെസ്ലെ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്, വരുൺ ബിവറേജസ്, ബ്രിട്ടാനിയ, ഗോദ്രേജ്, കോൾഗേറ്റ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ്, ഡാബോർ ലിമിറ്റഡ്. ഓക്കെ, ഇതിൻ്റെ വെയിറ്റേജസും നമ്മളിതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ നിഫ്റ്റി FMCG വെയിറ്റേജ് സ്റ്റോക്സിൻ്റെ ലിസ്റ്റിലേക്ക് ഈ സ്റ്റോക്സ് ഒക്കെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് എന്താണ് നിഫ്റ്റി ഓട്ടോ വെയിറ്റേജസ്. നിഫ്റ്റി ഓട്ടോ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ, ഓട്ടോമൊബൈൽ കമ്പനീസ് അതിൻ്റെ വെയിറ്റേജസ് ആണ്. ഈ നിഫ്റ്റി ഓട്ടോമൊബൈൽ വെയിറ്റേജ് സ്റ്റോക്സിൽ വെയിറ്റേജിൽ വരുന്നതെന്നാണ് M&M, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ്, ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോപ്പ്, ഏഷ്യർ മോട്ടോഴ്സ്, TVS മോട്ടോഴ്സ്, അതുപോലത്തെ ബാക്കിയുള്ള സ്റ്റോക്സ്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ വെയിറ്റേജസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ നെക്സ്റ്റ് ആയിട്ടൊരു ടൈറ്റിൽ ബാർ കൊടുത്തിട്ട് നിഫ്റ്റി ഓട്ടോ വെയിറ്റേജ് സ്റ്റോക്സ്, അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ്. നെക്സ്റ്റ് നിഫ്റ്റി മെറ്റൽ വെയിറ്റേജ്. നിഫ്റ്റി മെറ്റൽ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ, നിഫ്റ്റി മെറ്റൽ കമ്പനീസ് ആയിട്ടുള്ള ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, JSW, അദാനി, വേദാന്ത, ജിൻഡാൽ സ്റ്റീൽ, APL, എന്താണ് ജിൻഡാൽ സ്റ്റെയിൻലെസ്, NMDC, അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ആ സ്റ്റോക്സ് എല്ലാം ആ ഒരു ഓർഡറിൽ, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം വെയിറ്റേജ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താണ് നിഫ്റ്റി മെറ്റൽ വെയിറ്റേജ് സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കൊടുക്കുക. അതിൽ എന്ത് ചെയ്യുക, നിഫ്റ്റിയുടെ ഈ സ്റ്റോക്സ് എല്ലാം ആഡ് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ നിഫ്റ്റി ഫാർമ വെയിറ്റേജ്. അത് നോക്കുകയാണെങ്കിൽ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലെല്ലാം വെയിറ്റേജസ് ആയിട്ടുള്ള സ്റ്റോക്സ് ആണ് നോക്കുകയാണെങ്കിൽ എന്താണ് സൺ ഫാർമ, സിപ്ല, ഡോക്ടർ റെഡ്ഡി, ഡിവിസ് ലാബ്, ലൂപ്പിൻ, ഓറോമിയോ ഫാർമ ലിമിറ്റഡ്, ടോറൻറ്റ്, ആൽക്കെം, സിൻഡ്യൂസ്, ഗ്ലൻമാർക്ക്. ഇത്രയും സ്റ്റോക്സ്, അതുപോലെ അതിൻ്റെ വെയിറ്റേജസ് എല്ലാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ഇൻഡിസിസും അതിൻ്റെ വെയിറ്റേജ് എല്ലാം പറഞ്ഞു. ഇതെല്ലാം കൂടി കൂട്ടുന്ന സമയത്ത് എന്തായിരിക്കും നമുക്കൊരു 10-30 സ്റ്റോക്സ് അതിൻ്റെ അടുത്തായിരിക്കും വരാനുള്ള ചാൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഐഡിയലായിട്ട് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിസസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിസസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിലെന്ത് ചെയ്യും, വെയിറ്റേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇതാണ് പ്രൊഫഷണലി ചെയ്യുക. ഇങ്ങനെയാണ് പ്രൊഫഷണലി ചെയ്യുക. അല്ലാതെ നമ്മൾ NSE എന്താണ് ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ് അല്ല. ഈ സ്റ്റോക്സും ഈ വെയിറ്റേജ് സ്റ്റോക്സും അതുപോലെ തന്നെ ഈ സെക്ടോറിയൽ ഇൻഡെക്സ് എല്ലാം നമ്മൾ അനാലിസിസ് ചെയ്ത് ഏത് സെക്ടേഴ്സാണ് നല്ല ബൂമിങ് ഉള്ളത് ആ സെക്ടേഴ്സിലെ സ്റ്റോക്സ് തിരഞ്ഞെടുക്കുക. ഏത് സെക്ടറാണ് ഔട്ട് പെർഫോമിങ് ചെയ്യുന്നത് അത് ബൈക്ക് പകരം സെല്ലിങ്ങിന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടേഴ്സ് നല്ലൊരു ബൂമിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ഫാർമ സെക്ടേഴ്സിലെ വെയിറ്റേജ് സ്റ്റോക്സ് നമ്മൾ ലിസ്റ്റ് എടുത്തു വെച്ചു. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അനാലിസിസ് ചെയ്തിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ നല്ലൊരു ബൂമിംഗ് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നിഫ്റ്റി മെറ്റൽ കമ്പനീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതൊന്ന് പരിഗണിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ലെവൽസൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിഫ്റ്റി ഇൻഡെക്സും നിഫ്റ്റി ഇൻഡെക്സ് വെയിറ്റേജ് സ്റ്റോക്സും എല്ലാം കൂടി നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു, വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചാർട്ടിൽ എങ്ങനെയാണ് വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഞാൻ എൻ്റെ ഒരു ഫോർമേഷനാണ് ഇനി കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ കാണുന്നത് എൻ്റെ വാച്ച് ലിസ്റ്റാണ്. ഓക്കെ, ഇത് നോക്കൂ നിങ്ങൾ, ഇതെല്ലാം എൻ്റെ വാച്ച് ലിസ്റ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഈ ഒരുപാട് കാര്യങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 50 കമ്പനീസും ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എന്താ ചെയ്തത്, ആദ്യം നിഫ്റ്റി ഇൻഡെക്സ് കൊടുത്തു. അതിനുശേഷം നിഫ്റ്റി 50 എല്ലാ സ്റ്റോക്സും ഇതിന് താഴെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിഫ്റ്റി ഓട്ടോയിൽ നോക്കൂ നിങ്ങൾ. നിഫ്റ്റി ഓട്ടോയിലെ ഫസ്റ്റ് ചെയ്തത് നിഫ്റ്റി ഓട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോയുടെ ഇൻഡെക്സ് ആണിത്. ഓക്കെ, നിഫ്റ്റി ഓട്ടോൻ്റെ ഇൻഡെക്സ് ആണിത്. ഓക്കെ, നിഫ്റ്റി ഇൻഡെക്സ് അതിലെ വെയിറ്റേജ് സ്റ്റോക്സ്, അതുപോലെ തന്നെ അത്യാവശ്യം ഞാൻ പെർഫോമിങ് ചെയ്യുന്നതായിട്ടുള്ള ഓട്ടോമൊബൈൽ സ്റ്റോക്സ് ആണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് കൊടുത്തു. ഫസ്റ്റത്തത് നിഫ്റ്റിയുടെ ആ ബാങ്കിൻ്റെ ഇൻഡെക്സ് കൊടുത്തു. അതിന് താഴെ
ആ വെയിറ്റേജ് സ്റ്റോക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് നിഫ്റ്റി എഫ് എം സി ജി. നിഫ്റ്റി എഫ് എം സി ജി നമ്മൾ പറഞ്ഞ സ്റ്റോക്സിനേക്കാൾ കൂടുതൽ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് സ്വിംഗ് പർപ്പസിനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കുക വെയിറ്റേജ് സ്റ്റോക്സ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എഫ് എം സി ജി സെക്ടേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, എഫ് എം സി ജി സെക്ടേഴ്സിൽ എഫ് എം സി ജിയുടെ ഇൻഡെക്സ്, ഓക്കെ, ഇൻഡെക്സ് ഞാനിവിടെ നോക്കുകയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, എഫ് എം സി ജി സെക്ടർ, ഓക്കെ, നിഫ്റ്റി എഫ് എം സി ജി ഒബ്വിയസ്ലി നല്ലൊരു മൊമെൻറ്റം താഴേക്കാണ്. എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ, ഒരു അറൗണ്ട് 1% അടുത്ത് ഒരു ഡൗൺ മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, അതിൻ്റെ താഴെയുള്ള സ്റ്റോക്സ് എല്ലാം നോക്കൂ. ബ്രിട്ടാനിയ, കോപ്പാൽ, ഡാബർ, ഇതെല്ലാം നോക്കൂ നിങ്ങൾ. നിഫ്റ്റി എഫ് എം സി ജിൻ്റെ അതേ കോറിലേഷൻ അല്ലേ കാണിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എഫ് എം സി ജി ഒബ്വിയസ്ലി താഴേക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, വെയിറ്റേജ് സ്റ്റോക്സ് ഒക്കെ നോക്കൂ നിങ്ങൾക്ക്, വെയിറ്റേജ് സ്റ്റോക്സ് എല്ലാം അതിനനുസരിച്ച് താഴേക്കാണ്. ഇതാണ് ആ ഇൻഡെക്സ് ആയിട്ട് കോറിലേറ്റഡ് ആയാലുള്ള ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. കണ്ടില്ലേ, എല്ലാം എന്താണ്, ഡൗൺ ആണ്. ഓക്കെ, എല്ലാം ഡൗൺ ആണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാം ഡൗൺ ആണ്, എല്ലാം ഡൗൺ ആണ്. അതുപോലെ തന്നെ എന്താണ്, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റി ഐ ടി എടുത്ത് നോക്കാം. നിഫ്റ്റി ഐ ടി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടിയും അതുപോലെ തന്നെ ഡൗൺ ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ വെയിറ്റേജ് എല്ലാം ഡൗൺ ആണ്. ഓക്കെ, നിഫ്റ്റിയുടെ വെയിറ്റേജ് എല്ലാം ഡൗൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഇങ്ങനെ വാച്ച് ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിഫ്റ്റി മെറ്റൽ നോക്ക് നിങ്ങൾ, നിഫ്റ്റി മെറ്റൽ എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ ഐ ടിയും അതുപോലെ തന്നെ എന്താണ് ഫാർമ, ഇത് രണ്ടും എന്താണ്, സോറി നമ്മളിപ്പോൾ പറഞ്ഞത് നിഫ്റ്റി ഐ ടിയും അതുപോലെ നിഫ്റ്റി ഐ ടിയും നിഫ്റ്റി ഓട്ടോയും എന്താണ്, ഒരു ബെയറി സെൻറ്റിമെൻറ്റിലായതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ നിഫ്റ്റി മെറ്റൽ നോക്കുന്ന സമയത്ത് എന്താണ്, അത് 0.19% ഒരു അപ്പ് മൂവ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റേജ് എല്ലാം എന്താണ്, അത്യാവശ്യം അപ്പ് മൂവ് തന്നെയാണ് കാണിക്കുന്നത്. അതാണ് പറയുന്നത്, നമ്മൾ ഇൻഡെക്സ് ആദ്യം ചെയ്യുന്നു, സെക്ടോറിയൽ വൈസ് ആയിട്ട് തിരിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ഒരു ഹെഡിങ് കൊടുക്കുക, നിഫ്റ്റി മെറ്റൽ എന്ന് കൊടുക്കുക. ആദ്യം നിഫ്റ്റി മെറ്റലിൻ്റെ ആ ഇൻഡെക്സ് ചാർട്ട്, അതിന് ശേഷം നിഫ്റ്റി മെറ്റലിൽ നമ്മൾ നേരത്തെ സ്ലൈഡിൽ കൊടുത്തതുപോലെ ഓരോ വെയിറ്റേജ് സ്റ്റോക്സും ഇതിന് താഴെയായിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അനാലിസിസ് വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല എന്നാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ അടുത്തൊരു ഇതിൽ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി സ്റ്റോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബെയറിഷ് ആണ്. ഓക്കെ, 0.17% ഒരു ഡൗൺ മൊമെൻ്റ് ആണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വിപ്രോ ഒരു ഐ ടി സ്റ്റോക്സ് വെയിറ്റേജ് ആണ്, ഒരു ഐ ടി ഇൻഡെക്സിൽ വെയിറ്റേജ് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്സ് ജസ്റ്റ് ഒരു അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഹയർ ടൈം ഫ്രെയിം ലോവർ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് എന്താണ്, ഒരു മീഡിയം ടൈം ഫ്രെയിമിൽ, ഓക്കെ, ഒരു മീഡിയം ടൈം ഫ്രെയിമിൽ എന്താണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. സ്വീപ്പ് നടന്നത് എവിടെയാണ്, ദർ ഈസ് എ ഇംബാലൻസിൽ നിന്നാണ് സ്വീപ്പ് നടന്നിട്ടുള്ളത്. ഒരു മേജർ ആയിട്ടുള്ളൊരു ഇംബാലൻസിൽ നിന്നാണ് സ്വീപ്പ് നടന്നിട്ടുള്ളത്. ഓക്കെ, 5 മിനിറ്റിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ there is a bullish order block. This is a inducement അഥവാ IDX ഇൻഡ്യൂസ്മെന്റ്. ഓക്കെ, എന്താണ്, പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് ഇൻഡ്യൂസ്മെന്റ് കട്ട് ചെയ്യുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഇതുപോലെ സംഭവിക്കുന്നു എന്നതല്ല പറയുന്നത്, ഒരു ആൻറ്റിസിപ്പേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെക്ടോറിയൽ ആയിട്ട് നിങ്ങൾ ചെയ്യുക, സെക്ടർ വൈസ് ആയിട്ട് ഇൻഡെക്സ് ചെയ്യുക. അതിനുശേഷം ആ സെക്ടർ ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്തതിൽ ആ സെക്ടർ ഇൻഡെക്സിൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ വേണം നമ്മളുടെ അനാലിസിസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഓക്കെ, അതിൽ വേണം നമ്മളുടെ അനാലിസിസും കാര്യങ്ങളും ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ NSEയുടെ വെബ്സൈറ്റ് നോക്കുന്നില്ല, ഒരു സ്ക്രീനേഴ്സ് നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ഓക്കെ, ഒന്നും നോക്കില്ല, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു തേർഡ് പാർട്ടി വെബ്സൈറ്റോ ഒരു തേർഡ് പാർട്ടി ആപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ അനാലിസിസ് ചെയ്യുന്നത് ഞാനാണ്.
എൻ്റെ സ്ക്രീനർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ഫിൽറ്ററിങ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്, ഞാനാണ്. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്? ലാർജ് ക്യാപ് കമ്പനീസ് സെലക്ട് ചെയ്തു. എനിക്ക് മനസ്സിലായി നിഫ്റ്റി 50 ആണ് ലാർജ് ക്യാപ് കമ്പനീസിലെ 50 കമ്പനീസ്. അതിൽ തന്നെ നിഫ്റ്റി 50 സ്റ്റോക്സ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിരുന്നാൽ നിഫ്റ്റി 50യിലെ എല്ലാ സ്റ്റോക്സും ഞാൻ സെലക്ട് ചെയ്യുമോ? നിഫ്റ്റി 50യിലെ എല്ലാ സ്റ്റോക്സും ഞാൻ സെലക്ട് ചെയ്യുന്നില്ല. കാരണം എന്താണ്? നിഫ്റ്റി 50ൻ്റെ വെയിറ്റേജ് സ്റ്റോക്സ് ആയിട്ടുള്ള റിലയൻസ്, HDFC, TCS, ഇൻഫോസിസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നു. അതുപോലെ എനിക്കറിയാം നിഫ്റ്റി 50 പോലെ തന്നെ ഒരുപാട് ഇൻഡസസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിഫ്റ്റി ഫാർമ, നിഫ്റ്റി IT, നിഫ്റ്റി FMCG, നിഫ്റ്റി ഓട്ടോമൊബൈൽ, ഇങ്ങനത്തെ ഒരു 6-7 ഇൻഡിസസ് ഞാൻ എടുത്തിട്ട് ആ 6-7 ഇൻഡിസസിൻ്റെ വെയിറ്റേജ് സ്റ്റോക്സിലാണ് ഞാൻ ഇൻട്രാഡേ ചെയ്യുക. കാരണം എന്താണ്? അതിൽ ഇൻട്രാഡേ ചെയ്യുമ്പോഴാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം എനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അല്ലാതെ ഞാൻ പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ പോയിട്ട് NSEയിലെ വെബ്സൈറ്റിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും? ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലൂസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ടോപ്പ് ഗെയിനേഴ്സിൽ വന്നത് ചിലപ്പോൾ മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിരിക്കും. നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മാച്ച് പോലും ചെയ്യുന്നില്ല ഇത്. അങ്ങനത്തെ ഫോളിഷ് പരിപാടികളൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ അനാലിസ് ചെയ്യേണ്ടി വരും. നിഫ്റ്റി 50യിലെ സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിലേക്ക് എടുത്തു വെക്കേണ്ടി വരും, വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഷ്യൻസും ടൈമും ഉള്ള ആളുകൾക്ക് പറ്റിയ കാര്യമാണ്. എന്താണ് ഇത് ചെയ്യുന്നതിലൂടെ, ഇങ്ങനെ മാനുവലി നിങ്ങൾ ചെയ്യുന്നതിലൂടെ എന്താണ്, നിങ്ങൾ ഒരു സ്ക്രീനർ പോയിട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രീനർ പോയി ചെയ്യുന്നു, അതിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള സാധനം നമ്മൾ എടുത്തുക്കുന്നു. അവിടെ എന്താണ്, അവിടെ നമ്മളുടെ ഒരു വർക്ക് നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ അവിടെ ആക്ച്വലി വരുന്നില്ല. പകരം ഇതുപോലെ മാനുവലി ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്സ് നമ്മൾ പരിചയപ്പെടുന്നു, അതിൻ്റെ ലെവൽസ് പരിചയപ്പെടുന്നു. അതുപോലെ ആ സ്റ്റോക്സ് ആയിട്ട് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്സിലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വെയിറ്റേജ് സ്റ്റോക്സ് എല്ലാം കൂടി വെക്കുന്ന സമയത്ത് ഒരു 10, 30, 25 സ്റ്റോക്സേ ഏകദേശം വരുന്നുള്ളൂ. ഓക്കെ, എല്ലാം വരുന്നുള്ളൂ. ഓക്കെ, ഇൻട്രാഡേക്ക് വെയിറ്റേജ് സ്റ്റോക്സ് ബേസ് നോക്കുന്നതാണെങ്കിൽ ഏറി വന്നാൽ ഒരു 30 സ്റ്റോക്സേ വരുന്നുള്ളൂ. അതാണ് നമ്മളുടെ ടെറിറ്ററി എന്ന് പറയുന്നത്. വെയിറ്റേജ് സ്റ്റോക്സ് ആണ് നമ്മളുടെ ടെറിറ്ററി. അതിന് പുറത്തേക്ക് നമ്മൾ പോവരുത്. ഇൻട്രാഡേയിൽ മാർജിൻ കിട്ടുന്നുണ്ട്. മാർജിൻ യൂസ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മാർജിൻ എന്ന് പറയുന്നത് എന്താണ്? മാർജിൻ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാർജിൻ കഴിയുന്നതും നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. മാർജിൻസ് യൂസ് ചെയ്തത്, ഇൻ കേസ് മാർജിൻ യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. മുഴുവനായിട്ട് കണ്ടിരുന്ന ആളുകളോട് പറയുകയാണ് താങ്ക് യു.